അവൻ സിഗരറ്റ് വലിക്കുമായിരുന്നു. അവൻ സിഗരറ്റ് വലിക്കുന്ന കാര്യം അവൻ്റെ അച്ഛൻ അറിയില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ചേട്ടൻ അറിയാമായിരുന്നു. ചേട്ടൻ ഒരിക്കലും അവനെ ശിക്ഷിച്ചിട്ടില്ല, ശാസിച്ചിട്ടില്ല, അച്ഛനോടൊട്ട് പറഞ്ഞിട്ടുമില്ല. ഒരു ദിവസം അച്ഛന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോള് വരുന്നു. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് അവനെ കൂട്ടിക്കൊണ്ടുപോയതാണ് പോലീസ്. പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അച്ഛനെ വിളിപ്പിച്ചു. അദ്ദേഹം അവനെയും കൂട്ടി തിരിച്ച് വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് അവനോട് പറഞ്ഞു, നിനക്ക് 18 ആയിട്ടില്ല. പുക വലിക്കുന്നതും വലിക്കാതിരിക്കുന്നതും നിന്റെ സ്വകാര്യതയാണ്. പക്ഷേ അത് നാടിനും സമൂഹത്തിനും വ്യക്തിപരമായി നിനക്കും ദോഷം വരുന്ന തരത്തിലാവരുത്. 1 വർഷവും കൂടെ കഴിഞ്ഞാൽ നിനക്ക് 18 ആവും. അപ്പോൾ നിന്നെ നിയന്ത്രിക്കേണ്ടതും തിരുത്തേണ്ടതും നീ തന്നെയാണ്. നോക്കിക്കൊള്ളുക. അവൻ അത് അംഗീകരിച്ചു. അച്ഛൻ്റെ വാക്ക് മാനിച്ചു. അച്ഛൻ അവൻ്റെ ചേട്ടനെ, അതായത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെ വിളിച്ച് ശകാരിച്ചു. അവനത് പറഞ്ഞു കൊടുക്കേണ്ടത് നീയായിരുന്നു. നീ ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയത് ശരിയായില്ല. എന്നോട് പറയേണ്ടതായിരുന്നു, പറയാതിരുന്നത് ശരിയായില്ല. അവനും ആ മനുഷ്യൻ്റെ വാക്കുകൾ സ്വീകരിച്ചു. വലിക്കാമായിരുന്നിട്ടും ഇളയ മകൻ പിന്നീട് സിഗരറ്റ് വലിച്ചില്ല. അവനെന്നും സപ്പോർട്ടായി ചേട്ടനുമുണ്ടായിരുന്നു. പക്ഷെ പിറ്റേന്ന് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് പാറിപ്പറന്നു. അച്ഛൻ്റെ വളർത്തുദോഷവും അനാസ്ഥയുമായിരുന്നു ചർച്ച. എന്തിനധികം പറയുന്നു, അവൻ കഞ്ചാവായിരുന്നുവെന്നും അവൻ്റെ അച്ഛൻ കഞ്ചാവ് കച്ചവടക്കാരനായിരുന്നു എന്ന് വരെ വാർത്തയുണ്ടായി. ഈ കഥയിൽ അച്ഛൻ ചെയ്ത തെറ്റെന്താണ്? അധികം കൊണ്ടുവന്നേ. ഈ വാർത്തയിൽ പറയുന്ന ശസ്ത്രക്രിയാ പിഴവിൽ സർക്കാർ ചെയ്ത തെറ്റെന്താണ്? ഇപ്പോൾ സഖാവ് വീണ ജോർജിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഒന്നു മാത്രം: അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല.